ഹലോ നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെൽകൃഷിയുടേതാണ്. അപ്പോൾ നെൽകൃഷിയുടെ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെൽകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നെൽകൃഷിയുടെ കൊയ്ത്താണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കൊയ്തെടുക്കാമെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നെല്ല് നന്നായി വിളഞ്ഞ് കൊയ്യാൻ പാകത്തിനായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കൊയ്തെടുക്കുന്നത് എന്നുള്ള കാഴ്ചയുമായിട്ട് നമുക്ക് പോകാം. മൂരാൻ വന്നിരിക്കുന്നത് അമ്മയും കൂടാതെ പെങ്ങളുമാണ്. അപ്പോൾ നമ്മൾ 3 പേരുമാണ് ഇന്നത്തെ ദിവസം മൂരുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. ഇവിടെ 2 ദിവസം മുമ്പേ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാൽ ഈ നെല്ലൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് മൂർന്നെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കൊയ്ത്തിനായിട്ട് നമ്മുടെ കളപറിക്കാൻ വന്ന ചേച്ചിമാരൊക്കെയാണ്. ഇത് നമ്മുടെ പപ്പമ്മയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മൂർന്നിട്ട് ഇങ്ങനെ ചെറിയ കെട്ടുകളാക്കി ആദ്യം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കറ്റ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കാർത്തിച്ചേച്ചിയാണ്. കാർത്തിച്ചേച്ചി മൂരാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണ്. ഇത് ഇളയമ്മ. പപ്പമ്മ എത്ര സ്പീഡിലാണ് മൂർന്നെടുക്കുന്നതെന്ന് നോക്കിയേ. ഇത് നമ്മുടെ ആരൂസാണ്. ആരൂസിന് കൃഷിയോട് നല്ല താല്പര്യമാണ്. ആരൂസും സഹായിക്കാൻ വേണ്ടിയിട്ട് വയലിൽ വന്നിട്ടുണ്ട്. ഇനി കറ്റകളൊക്കെ ഇങ്ങനെ ചെറിയ കെട്ടുകളാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് ഇടുകയാണ് ചെയ്യാറ്. കന്നിക്കൊയ്ത്തായതുകൊണ്ട് നമുക്ക് വയലിൽ നിന്ന് ഇത് മെതിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ കൊണ്ട് ഇടുകയാണ് ചെയ്യാറ്. ഇനി ഇതൊക്കെ മെതിക്കണം. മുമ്പൊക്കെ മെതിക്കുന്നത് കാലുകൊണ്ടാണ് മെതിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കല്ല് വെച്ചിട്ട് അതിലടിച്ചാണ് മെതിക്കുന്നത്. അപ്പോൾ ഇത് പെങ്ങളും അനിയൻ്റെ ഭാര്യയും കൂടിയാണ് ഇപ്പോൾ ഇത് മെതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആരൂസ് ഉണ്ട്. ആരൂസിന് നല്ല താല്പര്യമാണ് ഇതൊക്കെ കാണുകയും അവൾ നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ കൂടിയും നമ്മൾ ഈ കൃഷിയിലൊക്കെ ഉൾപ്പെടുത്തുക. അവരും അറിയട്ടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ തിന്ന അരി ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ആരൂസിന് എന്തൊരു താല്പര്യമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറ്റ മെതിക്കുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന പുല്ലൊക്കെ നല്ല രീതിയിൽ ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഇനി മെതിച്ചെടുത്ത നെല്ലെല്ലാം നല്ല രീതിയിൽ പൊടികളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇനി അടുത്ത പ്രോസസ്സ് ഇതുപോലെ പാറ്റലാണ്. അപ്പോൾ നമ്മൾ നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാറ്റി കൊടുക്കുന്നത്. അപ്പോൾ പതിര് എന്ന് പറഞ്ഞാൽ നെല്ലില്ലാത്ത തോടിനെയാണ് പതിര് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വീശുന്ന സമയത്ത് നെല്ല് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല കാറ്റുള്ള സമയത്ത് ആക്കുന്ന സമയത്ത് നെല്ല് നേരെ വീഴുകയും പതിര് കുറച്ച് ദൂരത്തായി വീഴുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നെല്ല് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പതിര് കാറ്റത്ത് ദൂരത്തേക്ക് പോയി ഈ പതിര് ഒരിക്കൽ കൂടി ഇങ്ങനെ ചേർന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നല്ല നെല്ല് നമുക്ക് വിത്തിനായിട്ട് എടുത്തു വയ്ക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ പാറ്റിയ നെല്ലൊക്കെ നമുക്ക് 2 ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ചതിന് ശേഷം വിത്തിനായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ചാക്ക് നെല്ല് നമുക്ക് നമ്മുടെ കന്നിക്കൊയ്ത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തിനെടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഉണക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നെല്ല് പുഴുങ്ങുന്ന വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ കന്നിക്കൊയ്ത്ത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കുഴപ്പമില്ലാണ്ട് നടന്നു. അപ്പോൾ ഇവരോടൊക്കെ ഇപ്രാവശ്യത്തെ കന്നിക്കൊയ്ത്തിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ അമ്മയോട് ചോദിക്കാം. അപ്പോൾ അമ്മ, ഇപ്രാവശ്യത്തെ കന്നിക്കൊയ്ത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മഴ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിനി. അതുകൊണ്ട് എന്നാലും നമ്മ കൊയ്ത്ത് കഴിഞ്ഞു, ആളൊക്കെ കിട്ടി, കൊയ്ത്ത് കഴിഞ്ഞു. കൃഷി ചെയ്യാൻ പോകുന്ന എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നെൽകൃഷി നഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നെൽകൃഷി നഷ്ടമാണോ? അത് നമ്മുടെ പപ്പമ്മ ഒന്ന് പറഞ്ഞു തരുന്നതാണ്. നെൽകൃഷി നഷ്ടമൊന്നുമല്ല, പിന്നെ അതുപോലെ പണിയെടുക്കണം, അധ്വാനിക്കണം. വെള്ളത്തിലായതുകൊണ്ട് കുറച്ച് വിഷമം വന്നു. മറ്റു നല്ല നെല്ലും ഉണ്ടായിനി. കാലാവസ്ഥ നമ്മളെ പറ്റി അത് അരിഞ്ഞെടുക്കാൻ കുറച്ച് ഇങ്ങനെ പണിയായി. മറ്റൊന്നുമില്ല, നല്ല നെല്ലും നല്ലോണം ഉണ്ട്. കുറച്ച് പുല്ല് നഷ്ടം വന്നു പോയി. അപ്പോൾ ഇവരുടെ അഭിപ്രായം നമുക്ക് വീണ്ടും കേൾക്കാം. കണ്ടത്തിനനുസരിച്ച് വിളവിട്ടാൽ, കണ്ടം മനസ്സിലാക്കി നമ്മൾ വിളവിട്ടാൽ നമുക്ക് നല്ല കൃഷി എടുക്കാം. മറ്റൊരു നഷ്ടമൊന്നും അങ്ങനെ ആകൂല നമ്മൾ ഇതുപോലെ ഇതാക്കിയാൽ. അപ്പോൾ പപ്പമ്മ പറയുന്നത് നമ്മൾ ആദ്യം നെൽകൃഷി ചെയ്യുന്ന സമയത്ത് കണ്ടത്തെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പാടത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പാടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പാടമാണെങ്കിൽ നമ്മൾ അതിനനുയോജിച്ച നെല്ല് വിത്ത് വിതക്കുക. വെള്ളം കുറവാണെങ്കിൽ അതിനനുയോജിച്ചമായ നെൽവിത്ത് വിതയ്ക്കുക എന്നതാണ് ഇവരുടെ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നെൽകൃഷി നഷ്ടമാകില്ല എന്നതാണ് ഇവരുടെ അഭിപ്രായം. നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇളമ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തരുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉഴുതുമറിക്കുന്നതിന് പൈസയുണ്ട്, പിന്നെ നെൽവിത്ത് തരുന്നുണ്ട്, എല്ലാ ആനുകൂല്യം തരുന്നുണ്ട്. ആരും അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കൃഷി ചെയ്യാനും ആരും അറിയപ്പെടുത്തുന്നില്ല. എല്ലാവരും മുണ്ടോൻ കൊയ്ത്താട് വെക്കും. നമ്മുടെ നെൽകൃഷിനെ കുറിച്ചിട്ട് നമ്മുടെ കാത്തു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പദ്ധതിയില് ഉൾപ്പെടുത്തിയാല് ഈ കൃഷി നല്ല മെച്ചപ്പെടും. ഇതുവരെ കൃഷിയിൽ അതും കൂടി ആണെങ്കിൽ കൃഷിക്കാർക്ക് പ്രോത്സാഹനമാകും, ഒരു രീതിയിൽ പോകും. അപ്പോൾ ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നെൽകൃഷിയിലെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊയ്ത്ത് സമയത്ത് ആളെ കിട്ടാനില്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലത്തെ ഒരു ഭാഗമായിട്ട് ഇതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ തൊഴിലുറപ്പ് പ്രധാനമായി ഈ കൊയ്ത്തിൻ്റെ സമയത്ത് ഈ തൊഴിലുറപ്പുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.